ഇപ്പൊ ഗേൾസോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യും. ഇതൊന്നും സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണോ സിദ്ദീഖ്? നിങ്ങൾ ഈ സിനിമയുള്ള ആളുകൾ മാത്രമല്ല എന്തോ മഹാന്മാരോ മഹതികളോ എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ടട്ടോ. ഇതിപ്പോ ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരി, നിങ്ങൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിലാവാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ പോലീസിനോട് നമ്മൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുന്ന പോലെയാണെന്നുള്ള രീതി ആറ്റിറ്റ്യൂഡിലാണ് ഇക്ക ഇരുന്ന് കണ്ട ഈ കാര്യം പറയണം. അത് നടക്കൂല കേട്ടോ. അതൊക്കെ വേറെ എവിടെയെങ്കിലും മതിയോ? അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. ചെകുത്താനെ പോലെ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു നിയന്ത്രണം, അതല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ എന്നുള്ള രീതി, അതൊന്നും വേണ്ട സിദ്ദീഖ്. അത് ശരിയാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ദീഖ് ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സിനിമന്റെ ഉള്ളിൽ എന്തൊക്കെ തരം റാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ലഹരി മാഫിയ ഉണ്ടാവില്ലേ ഈ സിനിമന്റെ ഉള്ളിൽ? അതല്ലെങ്കിൽ ഈ പറയുന്ന ഇത് സെക്സ് റാക്കറ്റ് ഉണ്ടാവില്ല സിനിമന്റെ ഉള്ളിൽ? അപ്പൊ സിനിമയിലുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നെങ്ങാണ്ട് ഈ ഒരു പ്രാവശ്യം ഓക്കെ ചെകുത്താന്റെ വിഷയത്തില് ഓപ്പണായിട്ടൊരു ഗോൾ പോസ്റ്റ് കിട്ടി, അതിലൊക്കെ ഗോൾ അടിച്ചാണ്ട് കയറ്റി ചെകുത്താൻ ഇപ്പൊ ഉള്ളിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ആ കാലി പോസ്റ്റിനുള്ളിലേക്ക് ഗോൾ അടിച്ചു കൂട്ടാനുള്ള ഒരു പരിപാടിയാണോ സിദ്ദീഖൊക്കെ പറയുന്നതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വ്യക്തിഹത്യ എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമകളിൽ ഏതൊക്കെ രീതിയിൽ വ്യക്തിഹത്യ വരലുണ്ട്, അല്ലെങ്കിൽ സാമുദായിക ഹത്യ വരലുണ്ട്. ഇതൊക്കെ നടക്കണമല്ല സിനിമന്റെ ഉള്ളിൽ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് കണ്ട് ഏതെങ്കിലും യൂട്യൂബർമാര് അതല്ലെങ്കിൽ പേരോ ചാനലോ ഒന്നും ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോ അത് എന്താണ് അതിന്റെ യുക്തിഗതി എന്താണ് മിസ്റ്റർ സിദ്ദീഖ്? ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. അപ്പൊ നമ്മളതിന് ഇപ്പോഴാണ് അതിന്റെ നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് വളരെ അന്തസ്സുള്ള ഒരു കാര്യമാണ്. ഈ സിനിമന്റെ ഉള്ളിൽ ഇപ്പൊ ഓക്കെ ഇങ്ങനെ ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ മാത്രം എടുത്തുകൊണ്ട് ആക്ഷേപിക്കാൻ, ഓക്കെ ഈ ചെകുത്താനൊക്കെ ചെയ്ത് കൂട്ടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ യൂട്യൂബർമാരൊന്നും പറഞ്ഞിട്ട് ഞാനൊന്നൊരു യൂട്യൂബർ ഒന്നല്ലോ, എന്റെ വീഡിയോ ഞാനൊരു യൂട്യൂബറായിട്ട് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല. പക്ഷെ അല്ലാത്ത കുറെ ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അശ്വന്ത് ഗോക്കിനെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള കുറെ ടീംസ് ഒക്കെ ഉണ്ട്. ഉള്ള കാര്യങ്ങൾ അതുപോലെ വെടുപ്പായിട്ട് തുറന്നു പറയുന്ന കുറെ ടീംസ്, അവരെ കുറിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. ഇതൊക്കെ കാണാതെ നിയമമുണ്ട് രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ ഒന്നും കണ്ട് എന്തെങ്കിലും ചെകുത്താനെ പോലെ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞു കണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു നിയന്ത്രണം, അതല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ എന്നുള്ള രീതി, അതൊന്നും വേണ്ട സിദ്ദീഖ്. അത് ശരിയാവില്ല. ഇതിപ്പോ ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്. റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനും അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പൊ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു. ഓക്കെ, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഈ 1900 സംതിങ്ങിലേക്ക് ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയുമ്പോൾ സിനിമന്റെ ഉള്ളിലുള്ള ആളുകൾ ഏതൊക്കെ രീതിയിൽ പല രീതിയിലുള്ള സാധനങ്ങൾ, ലഹരി പോലുള്ള സാധനങ്ങൾ, അല്ലാതെ തന്നെ പല പല ചൂഷണങ്ങൾ നടക്കേണ്ട സിനിമ മേഖലയിൽ തന്നെ. ഇപ്പൊ ഈ സിനിമന്റെ ഉള്ളിൽ തന്നെ ഒരു സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മുഖം കാണിക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകളുടെ എത്ര രൂപ മേടിക്കുന്നുണ്ട് സിദ്ദീഖ്? അപ്പൊ ഇതൊന്നും ചൂഷണമല്ലേ സിദ്ദീഖ്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിലാവാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ പോലീസിനോട് നമ്മൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുന്ന പോലെയാണെന്നുള്ള രീതി ആറ്റിറ്റ്യൂഡിലാണ് ഇക്ക ഇരുന്ന് കണ്ട ഈ കാര്യം പറയണം. അത് നടക്കൂല കേട്ടോ. അതൊക്കെ വേറെ എവിടെയെങ്കിലും മതിയോ? എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്. റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ്. അത് ശരിയാണ്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം അതിനും പരിമിതികളുണ്ട്. ഇക്ക പറയുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പല തമ്മാടിത്തരങ്ങളും ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഡയറക്ടേഴ്സോ ഒരു സിനിമന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയില്ല. ഇതിന്റെ പിന്നിലുള്ള കുറെ വാണങ്ങള്, ആ വാഹനങ്ങൾ ചിലപ്പോൾ 50,000 വേണമെന്ന് പറയില്ല, 2 ലക്ഷം വേണമെന്ന് പറയും. ഇനിയിപ്പോ ഗേൾസോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യും. ഇതൊന്നും സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണോ സിദ്ദീഖ്? നിങ്ങൾ ഈ സിനിമയുള്ള ആളുകൾ മാത്രമല്ല എന്തോ മഹാന്മാരോ മഹതികളോ എന്നുള്ള ഒരു വിചാരമൊന്നും വേണ്ടട്ടോ. മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരോടും ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല.
അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. മോഹൻലാലിന്റെ വിഷയം ഓക്കെ, അത് ഈ ചെകുത്താൻ പറഞ്ഞത് വളരെ എന്താ പറയാ, അയാൾ വായിലൂടെ അപ്പിയിടുകയും അതുപോലെ തന്നെ അതേ വായിലൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് അയാളുടെ കാര്യത്തിൽ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഗോൾ പോസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയി കണ്ടപ്പം അതിലേക്ക് ഇങ്ങനെ ഗോൾ അടിച്ചു കയറ്റുന്ന ഒരു ചിന്താഗതിയാണ് വലിയൊരു പ്രശ്നം. മറ്റൊരാളെ ഹനിക്കാനും അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനും ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. പിന്നെ ഹനിക്കാനും മറ്റൊരാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനും എന്നൊക്കെ പറയട്ടെ, ഈ ഇക്കനല്ലോ ഞാൻ ഇടാന്ന് വിളിച്ചത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് സംസാരിക്കല്. അതിപ്പോ ഈ സിനിമന്റെ ഉള്ളില് ഡബിൾ മീനിങ് ആയിട്ടുള്ള ആ ഒരു ഡയലോഗുകളും അതല്ലെങ്കിൽ ഈ വ്യക്തിഗത രീതിയിൽ കോമഡി ആയിട്ട് ആ കോമഡി രൂപേണൊക്കെ അതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഈ മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ളത്? കുറച്ച കാലങ്ങളായിട്ടുള്ളൂ. അത് ഈ പറയുന്ന പുതിയ തലമുറയുള്ള ആളുകൾ സിനിമയിലേക്ക് കൈ വന്നതോടുകൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. അതുവരെ എന്തൊക്കെ തരം ഡബിൾ മീനിങ് സാധനങ്ങളാണ് കണ്ടിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലുള്ള വ്യക്തിഗതത്തിന്റെ സിനിമന്റെ ഉള്ളിൽ. ഇപ്പോഴല്ല അതൊക്കെ ചെറിയൊരു എങ്കിലും മലയാള സിനിമന്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡി അല്ല ശ്രദ്ധിക്കുക. ഏതൊക്കെ രീതിയിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ എന്റെ നാടിനെ തന്നെ അപമാനിക്കുന്ന പോലെ ഇപ്പോ ഞാൻ അതൊന്നും പറയുന്നു.